എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം. ഇന്ന് ജെമിനി ഗണേശനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഒരിക്കൽ തമിഴ് മക്കളുടെ കാതൽ മന്നൻ ജെമിനി ഗണേശൻ മരിച്ചിട്ട് 17 വർഷം കഴിഞ്ഞു. ഓർമ്മപ്പൂക്കൾ. തമിഴ് സിനിമയിലെ ത്രിമൂർത്തികളായിരുന്ന MGR, ശിവാജി ഗണേശൻ, ജെമിനി ഗണേശൻ എന്നിവരിൽ ഒരാളായിരുന്ന തമിഴ് സിനിമയുടെ റൊമാൻറ്റിക് ഹീറോ കാതൽ മന്നൻ എന്ന പേരിൽ അറിയപ്പെട്ട രാമസ്വാമി ഗണേശൻ എന്ന ജെമിനി ഗണേശൻ. ആക്ഷൻ സിനിമകളിലൂടെ MGRും അതിഭാഗവത്വവും അതിവൈകാരികതയും നാടകീയതയും നിറഞ്ഞ അഭിനയത്തിലൂടെ ശിവാജി ഗണേശനും തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്നപ്പോൾ റൊമാൻറ്റിക് സിനിമകളിലൂടെ ശ്രദ്ധേയനായ പ്രണയകഥകളിലൂടെ വ്യക്തിജീവിതവും സമ്പന്നമാക്കിയ ആളാണ് ജെമിനി ഗണേശൻ. 1920 നവംബർ 17 രാമസ്വാമി ഗംഗമ്മയുടെ മകനായി തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ അമ്മായിയായിരുന്ന മുത്തുലക്ഷ്മി ശ്രീ രാമകൃഷ്ണ പരമഹംസന്റെ ആരാധികയായിരുന്നതിനാൽ ഗണേശനെ രാമകൃഷ്ണ മിഷനിൽ അംഗമാക്കി. അവിടെ നിന്ന് യോഗ, സംസ്കൃതം എന്നിവയും വേദം, ഭഗവത്ഗീത, ഉപനിഷത്തുകൾ എന്നിവയിൽ പരിജ്ഞാനം നേടി. ഒപ്പം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം നേടി. അവിടെ കുറച്ചുകാലം രസതന്ത്ര വിഭാഗത്തിൽ അധ്യാപകനായി. ഒരു സിനിമാ നടൻ ആകണമെന്ന ആഗ്രഹത്തോടെ ജോലി ഉപേക്ഷിച്ച് 1947 ജെമിനി സ്റ്റുഡിയോയിൽ സംവിധാന സഹായിയായി. അതിനാൽ ഈ സ്ഥാപനത്തിന്റെ പേർ അദ്ദേഹം തന്റെ പേരിന്റെ മുമ്പിൽ ചേർത്ത് വെച്ചു. 1947 മിസ് മാലിനി എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചു. 1953 വരെ അധികം ശ്രദ്ധേയമായ വേഷങ്ങൾ ഒന്നും സിനിമയിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. തായ് ഉള്ളം എന്ന ചിത്രത്തിലെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മനം പോലെ മംഗല്യം എന്ന ചിത്രത്തിലെ നായക വേഷത്തിലൂടെ താരപദവി നേടി. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ നായകനായി. കാതൽ മന്നൻ എന്ന തമിഴ് സിനിമാ ലോകത്ത് ജെമിനി ഗണേശൻ അറിയപ്പെട്ടു. മായാബസാറിലെ അഭിമന്യു മുതൽ കപ്പലോട്ടിയ തമിഴൻ എന്ന ചെറുത്തുനിൽപ്പ് പോരാളി, മാടസ്വാമി, പെണ്ണിൻ പെരുമി, കമൽഹാസന്റെ അരങ്ങേറ്റ ചിത്രങ്ങളിൽ ഒന്നായ കളത്തൂർ കണ്ണമ്മ 1959, ശിവാജി ഗണേശനോടൊപ്പം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, കല്യാണപ്പരിശ്, വഞ്ചിക്കോട്ടെ വാലിബാൻ, ഒരു പാർത്ഥിവൻ കനവ്, 1958 MGR തന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമായ പൊന്നിയിൽ സെൽവൻ, ഉന്നാൽ മുടിയും തമ്പി, ഔവേ ഷൺമുഖി, കൃഷ്ണദാസി, മേട്ടുക്കുടി, കാലമൊന്നും കാതൽ വാഴുക, നാം ഇരുവർ നമുക്കിരുവർ ഉൾപ്പെടെ 50 വർഷത്തോളം നീണ്ടുനിന്ന തന്റെ കരിയറിൽ ഗണേശൻ വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്തു. ശിവാജി ഗണേശൻ, MGR എന്നിവരെ പോലെ ഗണേശൻ ഒരു നാടക കലാകാരനായിരുന്നില്ല. കൂടാതെ രാഷ്ട്രീയത്തിലും താല്പര്യം കാണിച്ചിരുന്നില്ല. 1953 ആശാദീപം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അഭിനയിച്ചു. പിന്നീട് 1969 കുമാരസംഭവം എന്ന ചിത്രത്തിൽ ഭഗവാൻ പരമശിവന്റെ വേഷവും തുടർന്ന് അലാവുദ്ദീനും അത്ഭുത വിളക്കും, ശ്രീമുരുകൻ, വേളാങ്കണ്ണി മാതാവ്, സ്വാമി അയ്യപ്പൻ, ദേവി കന്യാകുമാരി, ശ്രീ ഗുരുവായൂരപ്പൻ, ജീസസ്, പ്രൊഫസർ, കുമാരസംഭവം, ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ എന്നിവയുൾപ്പെടെ 12ഓളം മലയാള സിനിമകളിലും അഭിനയിച്ചു. ഇതൊക്കെയാണെങ്കിലും വ്യക്തിജീവിതം, പ്രത്യേകിച്ച് പ്രശസ്ത ഇന്ത്യൻ നടി സാവിത്രി ഉൾപ്പെടെ നിരവധി സ്ത്രീകളുമായുള്ള വിവാഹങ്ങൾ പലപ്പോഴും വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. സിനിമയിൽ എത്തും മുമ്പേ 18-ാം വയസ്സിൽ വിവാഹം കഴിച്ചിരുന്നു. അലമേലു എന്നായിരുന്നു ആദ്യ ഭാര്യയുടെ പേര്. ഈ ബന്ധത്തിൽ രേവതി, കമല, ജയലക്ഷ്മി, നാരായണി എന്നിങ്ങനെ 4 പെൺമക്കൾ. സിനിമാ ലോകത്തെ തിരക്കുകൾക്കിടെ പുഷ്പവല്ലി എന്ന തെലുങ്ക് തമിഴ് നടിയുമായി ജെമിനി ഗണേശൻ അടുക്കുന്നത് അലമേലുവുമായി ബന്ധം തുടരുമ്പോൾ തന്നെയാണ്. ആദ്യ ഭർത്താവിൽ നിന്നും അകന്നു കഴിയുകയായിരുന്ന പുഷ്പവല്ലിയുമായി ഗണേശൻ പ്രണയത്തിലായി. ഗണേശനുമായുള്ള ബന്ധത്തിൽ പുഷ്പവല്ലിക്ക് 2 മക്കൾ പിറന്നിരുന്നു, ഭാനുരേഖയും രാധയും. ഈ കുട്ടികളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ഗണേശൻ വിസമ്മതിച്ചു. അതോടെ 2 കുട്ടികളുടെ ജീവിത ചെലവുമായി പുഷ്പവല്ലി പ്രയാസപ്പെട്ടു. ചെറുകിട റോളുകൾ ചെയ്തും അധിക സമയം ജോലി ചെയ്തും മുന്നോട്ട് പോകേണ്ട ഗതികേടിലായി. പുഷ്പവല്ലിയുടെ മകളായ ഭാനുരേഖയാണ് ഇന്ത്യയിലെ നടി, ഹിന്ദി സിനിമാ നടി രേഖയായി മാറിയത്. പിന്നീട് പുഷ്പവല്ലി ഒഴിവാക്കി മഹാനടി എന്ന് തെലുങ്കർ ആരാധനയോടെ വിളിക്കുന്ന സാവിത്രിയുമായുള്ള ഗണേശന്റെ പ്രണയവും വിവാഹവും നടന്നു. ഈ ബന്ധത്തിൽ വിജയ ചാമുണ്ടേശ്വരി എന്നൊരു മകളാണ് ആദ്യം പിറന്നത്. പിന്നെ സതീഷ് കുമാർ എന്നൊരു മകനും. ജെമിനി ഗണേശന്റെ 8 മക്കളിൽ ഏക ആൺതരിയായിരുന്നു സതീഷ് കുമാർ. 1981 സാവിത്രിയുമായി പിരിഞ്ഞ ശേഷം 97 ജൂലിയാന ആൻഡ്രൂവിനെ വിവാഹം കഴിച്ചു. 2005 മരിക്കും വരെ ജൂലിയാനയ്ക്കൊപ്പമായിരുന്നു ഗണേശൻ. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് മകൾ രേഖ പങ്കെടുക്കാതിരുന്നത് വാർത്തയായിരുന്നു. അച്ഛനോട് ഒരിക്കൽ പോലും മിണ്ടിയിട്ടില്ലെന്നും അദ്ദേഹം സങ്കല്പ ലോകത്ത് മാത്രമാണ് ഒപ്പമുണ്ടായിരുന്നതെന്നും അന്ന് രേഖ പ്രതികരിച്ചിരുന്നു. 2005 മാർച്ച് 22 അന്തരിച്ചു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.